ദേശീയ അന്തർദേശീയ ചെസ് മത്സരങ്ങൾ നിയന്ത്രിക്കാൻ റഫറിയായി മലയാളക്കരയിൽ നിന്നും എസ് ബിജുരാജ്. കൊട്ടാരക്കരക്കാരൻ എസ് ബിജുരാജ് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നടന്ന 44ാമത് ചെസ് ഒളിമ്പ്യാഡിൽ റഫറിയായിരുന്നു. ചെസ് ഇന്റർനാഷണൽ ഓർബിറ്ററും നാഷണൽ ഓർബിറ്ററും നാഷണൽ ഇൻസ്ട്രക്ടറുമായ ബിജുരാജ് ഇതിനോടകം കോമൺവെൽത്ത്, ഏഷ്യൻ സ്കൂൾസ്, ഡൽഹി ഇന്റർനാഷണൽ തുടങ്ങി ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ബിജുരാജ് സുരേന്ദ്രൻ. ഞാൻ ചെസ്സിൻ്റെ ഇൻ്റർനാഷണൽ റഫറിയാണ്. അതേപോലെ തന്നെ ചെസ്സിൻ്റെ ഒരു നാഷണൽ ഇൻസ്ട്രക്ടറും ചെസ് കോച്ചും കൂടിയാണ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ 2022 ചെസ് ഒളിമ്പ്യാഡിൻ്റെ മാച്ച് റഫറി ആവാൻ കഴിഞ്ഞു. അതേപോലെ 2018 ചെസ്സിൻ്റെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഡെപ്യൂട്ടി ചീഫായുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 60ഓളം ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് എനിക്ക് ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു എയർഫോഴ്സിലായിരുന്നു 20 വർഷം. എയർഫോഴ്സ് ഇരിക്കുമ്പോഴാണ് ഞാൻ ചെസ്സിലേക്ക് തിരിയുന്നത്. 2011 ഞാൻ ചെസ്സിൽ ആക്റ്റീവായിട്ട് വരുന്നത്. 2011 ഒരു നാഷണൽ റഫറി ആയിക്കൊണ്ട് 2012 ഞാനൊരു ഫിഡെ, വേൾഡ് ചെസ് ഫെഡറേഷൻ്റെ അംഗീകാരമുള്ള ഒരു റഫറി ആയിത്തീർന്നു. 2016 ചെസ്സിൻ്റെ റഫറിങ്ങിൽ ഏറ്റവും വലിയ ടൈറ്റിലായ ഇൻ്റർനാഷണൽ റഫറി ടൈറ്റിൽ കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ക്ലാസ് ഡിയിൽ നിന്ന് ക്ലാസ് ബിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അപ്പം ചെസ്സിൻ്റെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഒളിമ്പ്യാഡിലേക്ക് വരാനുള്ള അവസരം കിട്ടിയത്. ലക്കിലി ആ വർഷം 44ാമത് ചെസ് ഒളിമ്പ്യാഡ് ഇന്ത്യയിലാണ് നടന്നത്. അതുകൊണ്ടും എനിക്ക് അവസരം ഒരുങ്ങിയായിരുന്നു ചെയ്തത്. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു. 2008 എയർഫോഴ്സ് ടീമിൽ അംഗമായി. 2013 നാഷണൽ ആർബിറ്ററായി നാഷണൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നിയന്ത്രിച്ചു. അതേ വർഷം തന്നെ വേൾഡ് ചെസ് ഫെഡറേഷൻ ലോക റഫറി ടൈറ്റിൽ നൽകി. 2016 ആർബിറ്റർ രംഗത്തെ ഉന്നത ടൈറ്റിലായ ഇൻ്റർനാഷണൽ ആർബിറ്റർ പദവി നേടി. തുടർന്ന് 2020 ലോക മത്സരങ്ങൾ നിയന്ത്രിക്കാൻ അംഗീകാരമുള്ള ക്ലാസ് ബി ഇൻ്റർനാഷണൽ പദവിയിലേക്ക് ഉയർന്നു. അപ്പം ചെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ചെസ് ഒരു സാധാരണ ഗെയിമല്ല. ഇപ്പം സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം കളിക്കുന്ന ഒരു ഗെയിമല്ല. ചെസ് ഒരു പഠന ഉപാധി കൂടിയാണ്. അപ്പം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ തിങ്കിങ്, സൈറ്റ് വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ നമുക്ക് പേഷ്യൻസ്, കോൺസെൻട്രേഷൻ സ്കിൽസ് ഇങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഗെയിമാണ്. അപ്പം ചെസ്സിനെ കുറെ കൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യ വൺ ഓഫ് ദ ബെസ്റ്റ് ചെസ് പ്ലേയിങ് നേഷനാണ്. വളരെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന നേഷനാണ്. ബട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ചെസ് എത്തിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ നല്ല കളിക്കാരില്ല എന്നുള്ളതല്ല, നമ്മുടെ നാട്ടിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ബട്ട് ഇപ്പം കമ്പാരിറ്റീവ്ലി നമ്മുടെ ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ അപേക്ഷിച്ചിട്ട് ചെസ് കേരളത്തിൽ കൂടി കുറച്ചും കൂടെ വളരണം എന്നുള്ളൊരാഗ്രഹം കൂടി എനിക്കുണ്ട്. ഇപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പം ചെസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പ്രജ്ഞാനന്ദ ആയാലും അതേപോലെ അർജുൻ ഇരികാസി ആയാലും ഗുകേഷ് ആയാലും അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പം ചെസ്സിലേക്ക് വന്നിട്ട് നമുക്ക് അഭിമാനമായി തീരുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് നമ്മുടെ നിഹാൽ സരീൻ, അങ്ങനെയുള്ള ഒരുപാട് മിടുക്കന്മാരിപ്പം നമുക്ക് ചെസ്സിലുണ്ട്. അപ്പം അവരെയൊക്കെ കണ്ട് ഇൻസ്പിറേഷൻ എടുത്ത് നമ്മുടെ കുട്ടികൾ കൂടി കൂടുതൽ ചെസ്സിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. അപ്പം ഞാനും എന്നിലാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ രീതിയിൽ ചെസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലയിടത്തും പോയി ചെസ്സിനെ പറ്റി സംസാരിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ്, കോമൺവെൽത്ത്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ, വേൾഡ് യൂത്ത് ഒളിമ്പ്യാഡ്, മുംബൈ ഇൻ്റർനാഷണൽ തുടങ്ങി 60ഓളം മേജർ ചെസ് മത്സരങ്ങൾ നിയന്ത്രിച്ചു. കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ഡെപ്യൂട്ടി ചീഫ് ആർബിറ്ററായ 2ാമത്തെ മലയാളിയും എന്ന പദവിയും ബിജുരാജ് സ്വന്തമാക്കി. സമുദ്രതീരമായുള്ള എൻ്റെ അസോസിയേഷൻ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ടുണ്ട്. ഒരു കുടുംബം പോലെയാണ് എനിക്കിവിടെ. ഞാൻ സ്ഥിരം ഇവിടെ വരാറുണ്ട്. വിളിച്ചില്ലെങ്കിലും വരാറുണ്ട്. റുവൽ സിംഗ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. കാര്യം ഇത്ര ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിനൊരു വിഷൻ. ഇപ്പോൾ ഇന്നൊരു ഇവിടെ നേത്ര ചികിത്സാ ക്യാമ്പാണ് നടക്കുന്നത്. ഇപ്പം ഹെലൻ കെല്ലർ പറഞ്ഞൊരു വാക്കുണ്ട്. ഇപ്പം കാഴ്ച ഉണ്ടാകുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ കാഴ്ചപ്പാടുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇപ്പോൾ റുവൽ സിംഗിന് തൻ്റെ കാഴ്ചപ്പാട് വളരെ ക്ലിയറാണ്. അമ്മമാരെയും അച്ഛന്മാരെയും അനാഥരാക്കപ്പെട്ടവരെ പരിചരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യമം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇന്നിവിടെ നേത്ര ചികിത്സാ ക്യാമ്പ് നടക്കുകയാണ്. ഇത് 51ാമത്തെ നേത്ര ചികിത്സാ ക്യാമ്പാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ഞാൻ എത്തിയപ്പം തന്നെ ഒരു 500ഓളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഉൾക്കാഴ്ച നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹം ഈ നാട്ടിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. അതേപോലെ ഇപ്പോൾ ഇന്ന് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഇവിടെ വന്ന അരവിന്ദ് ഐ ഹോസ്പിറ്റലാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ
അരവിന്ദ് ഐ ഹോസ്പിറ്റലിലെ ടീമാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഏതുകൊണ്ട് ഏകദേശം 25ഓളം സ്റ്റാഫുകൾ ഇവിടെ എത്തി ഇന്നലെ മുതലേ അവർ വർക്ക് ചെയ്യുകയാണ്. അപ്പം അവരുടെ ഡെഡിക്കേഷനും തീർച്ചയായും പ്രശംസനീയം തന്നെയാണ്. ഞാൻ എയർഫോഴ്സിൽ നിന്ന് വോളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുത്തതിന് ശേഷം 2 വർഷം എബ്രോഡായിരുന്നു. അതിനുശേഷം നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ മാനേജറായിരുന്നു. അവിടെ ഭിന്നശേഷി കുട്ടികളോടൊപ്പം ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം ചിലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി ഫോം ചെയ്തിരിക്കുകയാണ്. സെക്യൂർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഇപ്പോൾ റിവൽ സിംഗ് പറയുന്നത് പോലെ തന്നെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളും ചെയ്തിരിക്കുന്നത്. നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഏരിയയിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സെക്യൂരിറ്റി, ഹൗസ് കീപ്പിംഗ്, ബിസിനസ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇതേപോലെ റിവൽ സിംഗ് ചെയ്തതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം ചതുരംഗത്തിൻ്റെ കളത്തിൽ ഒതുങ്ങാതെ കഥയെഴുത്ത്, ഗാനരചന, ചിത്രരചന, മോഡലിംഗ്, പെയിൻറ്റിംഗ്, സംഗീതം തുടങ്ങി മിക്ക മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര ഇനിയും ഏറെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.